അപ്പം ഗുഡ് മോർണിംഗ് ഇൻ്റർനെറ്റ്. ഇത് രാവിലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. രാവിലെയാണ്, നല്ല വെയിലാണ് കേട്ടോ. സൺഡേ ആണ്, ചുമ്മാ റൈഡ് ഇറങ്ങിയതാണ്. അപ്പം ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ 9,000 കിലോമീറ്ററായി. ഇപ്പോൾ 10,000 കിലോമീറ്ററിൻ്റെ സർവീസ് നമ്മുടെ ഹണ്ടർ ചെയ്തു. അങ്ങനെ 10,000 കിലോമീറ്റർ 11 മാസത്തിൽ ഓടിത്തീർത്തു. അപ്പം സാമാന്യം നല്ല യൂസ് ഉണ്ട് വണ്ടി. അപ്പോൾ അതിന് ശേഷം ഒന്ന് ഓടിച്ച് നോക്കിയാണ്. വണ്ടി കിട്ടിയതിന് ശേഷം നേരെ വണ്ടി എടുത്ത് ചുമ്മാ ഒന്ന് കുറച്ച് ദൂരം ഒന്ന് ഓടിച്ച് നോക്കി. അപ്പോൾ പിടിച്ചതാണ് ഈ വീഡിയോ. അപ്പോൾ അതിൻ്റെ ചെറിയ കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് കണ്ണൂരിൽ തന്നെ അങ്ങനെ അധികം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമെന്നും പറയാൻ പറ്റാത്തൊരു സ്ഥലമാണ്. ചപ്പാരപ്പടവിലൊരു ചെറിയ തൂക്കുപാലമുണ്ട്, അവിടേക്കാണ് വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ ചെറിയ കാഴ്ചകൾ കണ്ടിട്ട് ഞാൻ തിരിച്ചു പോവാണ്. ഒരു 10 മിനിറ്റ് കാണുമായിരിക്കും വീഡിയോ, അതിൽ കൂടുതലൊന്നുമില്ല. അപ്പം ഞാൻ നിങ്ങളുടെ നിതിൻ മാത്യു. എൻ്റെ ചെറിയ വീഡിയോ കാണുന്ന എൻ്റെ ഈ യൂട്യൂബ് ഫാമിലിയുള്ള എല്ലാവർക്കും ഈ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ തൂക്കുപാലത്തിലേക്ക് കയറുന്നിടത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, പാലം കുലുക്കരുത്, മാലിന്യങ്ങളൊന്നും പുഴയിലേക്കോ കരകളിലേക്കൊന്നും വലിച്ചെറിയരുതെന്നൊക്കെ. പക്ഷേ ചെറിയ ആളുകളൊക്കെ പാലത്തിൽ കയറിയിട്ട് ഭയങ്കരമായിട്ട് കിടന്ന് കുലുക്കുന്നതാണ്, മാലിന്യങ്ങൾ പുഴയിലേക്കൊക്കെ വലിച്ചെറിയുന്നതും കാണാം. ഞാൻ വന്ന സമയത്ത് തന്നെ ഡിസംബറൊക്കെ ആയതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും കാണാനുണ്ടായിരുന്നില്ല. എന്നാലും നല്ല ശാന്തമായി തെളിഞ്ഞൊഴുകുന്ന ഒരു വെള്ളം. കുറച്ച് ആളുകളൊക്കെ കുറച്ച് താഴേക്ക് കുളിക്കുന്നുണ്ട്. പക്ഷേ ഒരു സൈഡിൽ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, പുഴയിൽ അടിയൊഴുക്ക് സാധ്യത കൂടുതലുള്ളതിനാൽ അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ നാട്ടിലുള്ളവരും സ്ഥിരം ഇറങ്ങുന്നവരൊക്കെ എന്തായാലും ഇറങ്ങി കുളിക്കുമല്ലോ, അത് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയാണല്ലോ ആളുകൾ നീന്തി പഠിക്കുന്നതൊക്കെ. അപ്പോൾ എന്തായാലും നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ഇതാണ് കുപ്പമ്പുഴയായിട്ട് മാറുന്നത്. അപ്പം തൂക്കുപാലത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് ഞാൻ ബൈക്കിൽ കയറാൻ പോവാണ്. അവിടെ ഇരിക്കാനൊരു പാർക്കൊക്കെ കെട്ടിയുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ ബെഞ്ചൊക്കെ. പക്ഷേ അതൊക്കെ കാട് പിടിച്ച് പോയി. ആളുകൾ വന്നിരിക്കാത്തതുകൊണ്ടാണോ, അത് കാട് പിടിച്ച് വയ്ക്കാത്തതുകൊണ്ടാണോ, അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. എന്ത് തന്നെയായാലും അതാ ബെഞ്ചൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, പക്ഷേ അതൊന്നും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം. നമുക്ക് എന്ത് കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാത്തത് തന്നെയാണ് ഒരു വലിയ പോരായ്മയായിട്ട് വരുന്നത്. അപ്പം എന്താ മീനുകളൊക്കെ ചാടുന്ന കാണാം, പക്ഷേ ക്യാമറയിൽ കിട്ടുന്നില്ല കേട്ടോ. വളരെ ദൂരെ നിന്ന് എടുക്കുന്നതിന് തന്നെ. ഇതാണ് തൂക്കുപാലത്തിൻ്റെ മറ്റൊരു കാഴ്ച. അപ്പോൾ ഇനി ഞാൻ എൻ്റെ വണ്ടിയിലേക്ക് പോവുകയാണ്. 9,000 കിലോമീറ്റർ ഓടി 10,000 കിലോമീറ്ററിൻ്റെ സർവീസ് ചെയ്തു. ഒരു വർഷത്തിൻ്റെ സർവീസ് ചെയ്തു എന്ന് വേണ്ടിയിട്ട് പറയാം. അതിനിടയിൽ ഒരു ലോങ് പ്ലാൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് 1000 കിലോമീറ്റർ മുന്നേ സർവീസ് ചെയ്തത്. അല്ലെങ്കിൽ ഒരു 1000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയായിരുന്നു. ഇടയ്ക്ക് ഒരു കോട്ടയം യാത്ര മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഞാൻ പെട്ടെന്ന് അത് പ്ലാൻ ചേഞ്ച് ചെയ്ത് ഞാൻ ബസ്സിന് പോവുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ വണ്ടി കുറച്ച് ദൂരം ഓടിച്ച് നോക്കാം. കുറച്ച് ദൂരം ഒരു 10-12 കിലോമീറ്റർ ഒന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം ഞാൻ വീട്ടിലോട്ട് യാത്രയാകാണ്. രാവിലെ ആണെങ്കിലും നല്ല ചൂടാണ്, സൺഡേ ആണ്. അപ്പം ബാക്കി ഫാമിലി ടൈം. അപ്പോൾ ഇനി സർവീസിൻ്റെ അനുഭവങ്ങൾ പറയാം. 9,000 കിലോമീറ്റർ സർവീസ് 10,000 കിലോമീറ്റർ 10,000 കിലോമീറ്റർ സർവീസ് 9,000 കിലോമീറ്റർ ചെയ്താണ്. നേരെ തിരിഞ്ഞു പോയി, കഥ കിടന്നില്ലാട്ടെ. അപ്പം വണ്ടി കൊണ്ട് രാവിലെയല്ല രാത്രിയാണ് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തളിപ്പറമ്പിലെ മാസ് വീൽസിലാണ്, റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലാണ് കൊണ്ടുവച്ചത്. അപ്പോൾ അവർ ഒരു വണ്ടി കൊണ്ടുവച്ചാൽ അത് ഞങ്ങൾ നോക്കിയിട്ട് ചെയ്തോളാം. അന്ന് രാവിലെ എന്നെ സർവീസ് അഡ്വൈസർ വിളിച്ചു, ഡീറ്റെയിൽഡായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. സർവീസൊക്കെ ചെയ്തു. ബില്ല് വന്നത് 2,250 രൂപ എന്തോ ബില്ല് വന്നു. ഓയിൽ, ഫിൽറ്റർ, ചെയിൻ ലൂബ് കാര്യങ്ങളൊക്കെ. പിന്നെ ചെയിൻ ലൂബിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പുള്ളി പറഞ്ഞു തന്നിട്ടുണ്ട്. എത്ര കിലോമീറ്ററൊക്കെ ചെയ്യണം, ഡ്രൈ ആകാൻ നിൽക്കരുത്, ഡാമേജ് വരുന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇത്രയും സർവീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. എന്നാലും വാഷിംഗ് ക്വാളിറ്റി അത്ര ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് ഞാൻ കൊടുക്കില്ല. കാരണം ഗണ്ണൊക്കെ വെച്ചിട്ട് നമ്മൾ സെൻസറിനൊക്കെ അടുപ്പിച്ച് കുത്തിപ്പിടിച്ച് വാഷ് ചെയ്യേണ്ട, അങ്ങനെ ചെളി ഇളക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അതെൻ്റെ പെർസ്പെക്റ്റീവാണ്. മറ്റുള്ളവർക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല. പിന്നെ ബാക്കി വാഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് മെക്കാനിക്കൽ വർക്കൊക്കെ നന്നായിട്ട് ചെയ്തു. അപ്പം ഞാൻ ഇതിന് മുന്നേ ഒരു 1000 കിലോമീറ്റർ മുന്നേ, അതായത് 8,000 കിലോമീറ്റർ ആയപ്പം ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡും ക്ലച്ച് കേബിളും മാറ്റിയിട്ടുണ്ടായിരുന്നു. ക്ലച്ച് കേബിൾ അല്പം ഹാർഡായിട്ടുണ്ടെന്ന് പറഞ്ഞ് ബ്രേക്ക് പാഡ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. എന്നാലും ഒരു 3,000 കിലോമീറ്റർ ഓടാനുള്ള ബാക്കി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്കൊരു ലോങ് മനസ്സിലുള്ളതുകൊണ്ട് തന്നെ മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. കുറച്ച് നേരത്തെ മാറ്റിയാണ്. ബാക്ക് ബ്രേക്ക് പാഡ് ലൈഫുണ്ട്. ഇത്രയും പെട്ടെന്ന് തീരാൻ കാരണം ഒരുപക്ഷെ ഞാൻ പോകുന്ന റോഡ് കുറച്ച് വളവുകളും കുന്നുകളും ഇറക്കങ്ങളും കയറ്റങ്ങളൊക്കെ കൂടുതലുള്ള റൂട്ടിലാണ് വരുന്നത്. അതുകൊണ്ടായിരിക്കണം ഫ്രണ്ട് ബ്രേക്ക് പാഡ് പെട്ടെന്ന് തീർന്നിട്ടുണ്ടാവുക. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് കുറച്ച് വേഗം ബാക്കിനെ അപേക്ഷിച്ച് തീരും. പൊതുവെ എല്ലാ ബൈക്കുകളിലും കാറുകളിലൊക്കെ കണ്ടുവരുന്നതാണല്ലോ. അപ്പോൾ നല്ലൊരു വഴിയാണല്ലേ. 2 സൈഡും വയൽ. പണ്ട് കൃഷിയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്, ഇപ്പോൾ കൃഷിയൊന്നുമില്ല. പക്ഷേ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെയുണ്ട്. ഇനിയിപ്പം ഒരു കൃഷിയൊക്കെ കഴിഞ്ഞിട്ട് വെച്ചതാണോ എന്നറിയില്ല. ഇപ്പം ഡിസംബറൊക്കെ ആയതുകൊണ്ട് വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് വെച്ചതാണോ എന്നറിയില്ല. എന്നാൽ നല്ല നേരെയുള്ള വഴി, വീതി കുറവാണ്, ഒരുപാട് വണ്ടികളൊന്നുമില്ല.
ചുമ്മാ ബൈക്കേഴ്സിനൊക്കെ ഇങ്ങനെ പോകാം. പക്ഷേ ഒരുപാട് ആളുകളൊന്നും ഈ റൂട്ടിൽ പോയിട്ടുണ്ടാവില്ല. ഈ റൂട്ട് വരുന്നത് നമ്മുടെ ഒരുപാട് വഴികളിൽ കയറിയിട്ടുണ്ടെങ്കിൽ വരാം. അതായത് ആലക്കോട് റൂട്ടിൽ കയറി പൂവം വന്നിട്ട് പൂവത്തുനിന്ന് പരിയാരം എംപേറ്റിലോട്ടൊക്കെ പോകുന്നൊരു റൂട്ടാണ്. മാതമംഗലമൊക്കെ പോകാം ഈ വഴി. അങ്ങനെയുള്ളൊരു വഴിയാണ്. ബൈക്കൊക്കെ ഓടിച്ച് പോകാൻ നല്ല രസമാണ്. കുറച്ച് ഓടിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആ ചൂടൊന്നും ഫീൽ ചെയ്ത് നമ്മൾ ഈ ജാക്കറ്റൊക്കെ ഇട്ട് പോകുന്നതുകൊണ്ടാണ് ഇത്രയും ചൂട് വരുന്നത്. അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് പോകുന്നതുകൊണ്ടാണ്. അപ്പം കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ആ ഒരു പാലമുണ്ട്, കുറ്റിയേരി പാലം അങ്ങനെ എന്താണെന്ന് തോന്നുന്നു ആ പാലത്തിൻ്റെ പേര്. ആ പാലം കഴിഞ്ഞാൽ തന്നെ 2 ചായക്കടകളുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ അവിടെ പോയിട്ട് ചായ കുടിക്കാറുള്ളതാണ്. അപ്പം അങ്ങോട്ടാണ് ഇന്നെൻ്റെ ലക്ഷ്യം. അവിടെ പോയി ഒരു ചായ കുടിച്ചിട്ട് തിരിച്ചു പോകണം എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഈ യാത്രകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അതിനിടയ്ക്ക് വേറെ എന്താ പറയാനുള്ളത്? പറയാനൊന്നുമില്ല. സർവീസിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നല്ലതാണ്. വണ്ടിയുടെ ക്വാളിറ്റി അതും നല്ലതാണ്. ഞാൻ ഒരുപാട് ലോങ് പോയി, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. റോയൽ എൻഫീൽഡ് എന്ന ബ്രാൻഡിൽ നല്ല ഹാപ്പിയാണ്. കാരണം സർവീസ് എനിക്ക് നന്നായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. പിന്നെ ആ പ്രൊഡക്റ്റ് നമ്മൾ വാല്യൂ ഫോർ മണി എന്തായാലും ഉണ്ട്. പിന്നെ കുറച്ച് ഭംഗി കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ സ്പോർട്സ് ബൈക്കുകളെ വെച്ച് നോക്കുമ്പോൾ ഭംഗി കുറവായിരിക്കാം. പക്ഷേ ഇത് റെട്രോ ബൈക്കല്ലേ, അപ്പം അതങ്ങനെയൊക്കെ മതി. ഞാൻ ഹാപ്പിയാണ്. എന്തായാലും വണ്ടിയിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ എനിക്ക് ആകെ ഒരു വിഷമം ഉണ്ടായിരുന്നത്, ഞാനെടുത്ത് കുറച്ച് ഏതാണ്ട് 1-2 മാസങ്ങൾക്ക് ശേഷമാണ് ഇതിൻ്റെ അപ്ഡേഷൻ വന്നത്. അപ്പം മോഡൽ അപ്ഗ്രേഡായി. നാവിഗേഷൻ്റെ സിസ്റ്റം ഒരു റൗണ്ടും കൂടെ വന്നു. അപ്പം നമ്മുടെ മീറ്റർ ഏരിയ കാണാൻ കുറച്ചും കൂടെ ഭംഗിയായി. കൺസോൾ ഏരിയ കാണാൻ കുറച്ചും കൂടെ ഭംഗിയായി. പിന്നെ വിൻഷീൽഡിന് കുറച്ചും കൂടെ ഹൈറ്റുള്ളൊരു വിൻഷീൽഡ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുറ്റിയേരി പാലം. അപ്പം റൈഡിൻ്റെ കാഴ്ചകൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി എന്തെങ്കിലും ചെറിയ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ തിരിച്ചു പോകാമെന്നുള്ള പ്ലാനാണ് മനസ്സിലുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് കയറാം. പിന്നെ എന്താ ഉള്ളതെന്ന് നോക്കാം, കഴിക്കാൻ എന്താ ഉള്ളതെന്ന് നോക്കാം. രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് റൈഡും കൂടിയായി, വണ്ടി സർവീസിന് ശേഷം എടുത്തിട്ട് ഒരു ടെസ്റ്റും കൂടിയായി. അപ്പം എന്തായാലും റോയൽ എൻഫീൽഡ് സർവീസ് സെൻ്ററിലെ അഡ്വൈസർക്കും എനിക്ക് സെയിൽസിലേക്ക് വണ്ടി റെക്കമെൻഡ് ചെയ്ത ആൾക്കും എല്ലാവർക്കും ഒരു താങ്ക്സ് പറയുകയാണ്. കാരണം എനിക്കൊരു നല്ല സെലക്ഷനാണ് ഇതുവരെ എനിക്ക് ഈ വണ്ടി തന്നിട്ടുള്ളത്. അപ്പം ചെറിയ ചായയൊക്കെ കുടിച്ചു. എന്താ പറയുന്നത്, ഞാനതൊന്നും വീഡിയോ എടുത്തില്ല, ചായ കുടിക്കുന്നൊന്നും വീഡിയോ എടുത്തില്ല. പഴംപൊരിയായിരുന്നു സ്പെഷ്യൽ. അപ്പം ചായയും പഴംപൊരിയൊക്കെ കഴിച്ചു. ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരു ഫാമിലി ഡേ അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ ഓർത്തു. അപ്പം എൻ്റെ വണ്ടിയുടെ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇതാണ് ആദ്യം വന്ന കൂവേരി. ഞാൻ അവിടെ ബോർഡ് ഉണ്ടായിരുന്നു, കൂവേരി തൂക്കുപാലത്തിൻ്റെ ബോർഡ്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചേക്കാം. പിന്നെ എന്താണ്, എന്നെ പതിവ് പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ 15-20 ആളുകളുണ്ടല്ലോ, അവർ തന്നെയാണ് എൻ്റെ ബലം. അവരെൻ്റെ വീഡിയോസൊക്കെ മുഴുവനായിട്ട് കാണുന്നുണ്ട്. എനിക്ക് ഒരുപാട് താങ്ക്സ്, അവരോട് ഞാൻ നന്ദി പറയുകയാണ്. കാരണം അവർ സ്ഥിരം കുറച്ച് ദിവസം കണ്ടില്ലെങ്കിലും പറയും പുതിയ റൈഡൊന്നും പോയിട്ടില്ലെന്ന്. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് 1 മാസത്തിന് മുകളിലായി ഞാൻ റൈഡ് കാര്യങ്ങളൊക്കെ പോയിട്ട്. അപ്പം ഇപ്പോൾ ഒരു റൈഡ് വീഡിയോയും കൂടി ആയല്ലോ. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് വയലിൻ്റെ പ്രോഗ്രാം ആയതുകൊണ്ട് ഞാൻ കുറച്ച് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം ഡിസംബറാണ്. ഇനിയിപ്പോൾ കുറച്ച് ഇപ്പോൾ നമുക്കൊരു ഫെബ്രുവരി മാർച്ച് വരെയൊക്കെ നമുക്ക് കുറച്ച് റൈഡൊക്കെ പോകാൻ പറ്റും. കാരണം വെച്ചാൽ നമുക്ക് ചൂട് അല്പം കുറവുണ്ടാകും. ഇപ്പോൾ ഈ മാർച്ചിന് ചൂട് കൂടുതലായിരിക്കും, ഏപ്രിൽ മെയ് ഭയങ്കര ചൂടായിരിക്കും, ജൂണാകുമ്പോൾ വീണ്ടും മഴയാണ്. അപ്പോൾ ഈ ഒരു കാലത്ത് മാത്രമാണ് നമുക്ക് കൂടുതലായിട്ട് റൈഡ് പോകാൻ പറ്റുന്നത്. അപ്പം വീണ്ടും കാണാം. എൻ്റെ ഇത്രയുള്ള ഈ ചെറിയ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അപ്പം പുതിയ വീഡിയോ ഉടനെ കാണാം. അത് എങ്ങനെയെങ്കിലും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നൈറ്റ് ഡ്രൈവ് പ്ലാൻ ഉണ്ട്. അത് ഇതുവരെ ആയിട്ടില്ല. എന്തായാലും ഒരു നൈറ്റ് റൈഡും കൂടെ ചെയ്യണം. നോക്കാം, ഒരു കണ്ണൂർ ടൗൺ തന്നെ എക്സ്പ്ലോർ ചെയ്യാം ചുമ്മാ രാത്രി. അപ്പോൾ ബൈ.